Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ഉറ്റവർക്കും പ്രിയപ്പെട്ടവർക്കും ഒന്ന് കാണാൻ കഴിയാതെ കുത്തിയൊലിച്ചു പോയ തേയിലത്തഴുവാരത്തിനിടയിൽ ഇപ്പോഴും കിടപ്പുണ്ട് തിരിച്ചറിയാനാവാതെ 47 പേർ. വരുമാനത്തിനൊരു മാർഗമില്ലാതെ പരിക്കേറ്റ് കിടപ്പുണ്ട് 378 മനുഷ്യർ. ഒലിച്ചു വന്ന മലയോടൊപ്പം പോയത് 1300 കൂരകളാണ്. അതിലേറെ മനുഷ്യരുടെ ജീവിതങ്ങളാണ്. നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും നാളെയെക്കുറിച്ചോർത്ത്, വീട്ടുകാരെക്കുറിച്ചോർത്ത്, കുഞ്ഞുങ്ങളെക്കുറിച്ചോർത്ത്, പങ്കാളികളെക്കുറിച്ചോർത്ത്, കടങ്ങളെയും സമ്പാദ്യങ്ങളെയും കരിയറിനെയും ഒക്കെ കുറിച്ചോർത്ത് കിടന്നുറങ്ങിയ 251 പേർ പുത്തുമലയിൽ നിത്യനിദ്രയിലാണ്. കാവലാകുമെന്ന് കരുതിയ പുന്നപ്പുഴ രണ്ടായി ഉരുണ്ടിറങ്ങിയപ്പോൾ ഒന്നല്ല 2 ഗ്രാമമാണ് ഇല്ലാതായത് ക്ഷണനേരം കൊണ്ട്. ഇന്നേക്ക് 125 ദിവസമാവുന്നു മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ചുവന്ന മണ്ണിന് ചോര കലർന്ന ചുവപ്പ് കൂടിയായിട്ട്. എല്ലാം മണ്ണെടുത്തവരിലേക്ക് ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയത് ഓഗസ്റ്റ് മാസം 10-ന്. 4 മാസമാകുന്നു ആ വരവിനും. എല്ലാം നേരിട്ട് കണ്ടിട്ടും എല്ലാം അടുത്തറിഞ്ഞിട്ടും ഇപ്പോഴും നമുക്കൊന്നും യൂണിയൻ സർക്കാർ തന്നിട്ടില്ല. ചോദ്യം ഇതാണ്: ഇരകളെ കൈവിടുന്നു. നമുക്കൊപ്പം അതിഥികളായി മുസ്ലിം ലീഗിൽ നിന്നും CPK ഫിറോസ്, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP-യിൽ നിന്നും TP ജയചന്ദ്രൻ മാഷ്, ചൂരൽമല നിവാസിയായ സജിമോനും നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. സജിമോനിലേക്ക് ആദ്യം. സജിമോൻ, ദുരന്തം പല രീതിയിലാണ് വരിക. അതിൽ ജീവിതത്തിൻ്റെ രൂപത്തിൽ, പ്രകൃതിക്ഷോഭത്തിൻ്റെ രൂപത്തിലൊക്കെ വരുന്നു. പലതും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ പുനരധിവാസത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ കേട്ട് ഇനിയും കേന്ദ്ര സർക്കാർ പണം നൽകാതിരിക്കുന്നു. ഇന്ന് അതിൻ്റെ പേരിൽ LDF പ്രതിഷേധം നടത്തി. ഇന്നലെ UDF-ലെ MP-മാർ വളരെ ശക്തമായ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചു. അമിത്ഷായെ പോയി കണ്ടു. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പണം കൂടി കിട്ടാതെ പൂർണ്ണമായ ഒരു രീതിയിലുള്ള പുനരധിവാസം സാധ്യമാകില്ല. ഈ ഘട്ടത്തിൽ സജിമോൻ എന്താണ് പറയാനുള്ളത്? പ്രധാനമന്ത്രി ചൂരൽമലയിൽ വന്ന് മറ്റ് ആരും തന്നെ പോകാത്ത ദുരന്ത മേഖലകളിലേക്ക് പോയി ഞങ്ങളെ ആശ്വസിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഈ ദുരന്തബാധിതരെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പണം അനുവദിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് അനുവദിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് കേവലം 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കണം. പക്ഷേ ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. 4 മാസവും 6 ദിവസവുമായി ഇതുവരെ. ഇപ്പോൾ പണം നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ പോലും ഇപ്പോൾ നമുക്കറിയാം നവംബർ 15-നകം EPC ടെൻഡർ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഡിസംബർ 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഈ EPC ടെൻഡർ ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ പോലും സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കണ്ടേ? സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല. ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന ഈ പുനരധിവാസത്തിൽ വാചാടോപം മാത്രമല്ല, അതിനപ്പുറത്തേക്കൊന്നും നടന്നിട്ടില്ല. പണം വരികയോ വരും, അതിനു മുമ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ നോക്കൂ, ഞങ്ങൾ എല്ലാം പോയ ആളുകളാണ്. ആ നാട്ടിലുള്ള ആളുകൾ എല്ലാം പോയി. അവർക്കിനി ഒരു തിരിച്ചടവ് സാധ്യമാകാത്ത വിധം അവരെ ലോണുകളും വായ്പകളും ബുദ്ധിമുട്ടിക്കുന്നു. ലോൺ എഴുതി തള്ളേണ്ട കാര്യത്തിൽ ആരാണ് നടപടിയെടുക്കേണ്ടത്? അതിപ്പോൾ കേന്ദ്ര സർക്കാർ ആണെങ്കിലും പൊതുമേഖല ബാങ്കുകളാണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെയും ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൻ്റെ ഇവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറെ വരെ ഞങ്ങൾ ചെന്ന് കണ്ടിരുന്നു. ഈ ലോണ് അടയ്ക്കുന്നതായിട്ട് ഞങ്ങൾ എഴുതി തള്ളുന്നതായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ സാങ്കേതിക കാരണം പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതി റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി ഒരു മേള നടത്തി അങ്ങനെ ചെയ്യാന്നുള്ളത് ഞങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ 47 പേര് എവിടെയാണെന്ന് ഇതുവരെ അറിയില്ല. അതിലൊരു സങ്കടകരമായിട്ടുള്ള പൊതുസമൂഹം ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ 47 പേരുടെ ബന്ധുക്കൾ, അതിൽ ചില ആളുകളുടെ ഇത് DNA തിരിച്ചറിയാത്തതുകൊണ്ട് അവർ DNA സാമ്പിളുകൾ പരിശോധിച്ചതിന് പ്രകാരം ഇന്ന ആളാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അവരുടെ മരണപ്പെട്ട ആളുകൾക്ക് ഒറ്റപ്പെട്ട 21ഓളം പേര് ഒറ്റപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. അതിൽ 1-2 പേര് അവർക്ക് ധനസഹായമൊന്നും കിട്ടുന്നില്ല. മരിച്ചവർക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം, മുഖ്യമന്ത്രിയുടെ CMDRF 2 ലക്ഷം, SDRF 4 ലക്ഷം വെച്ച് 8 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ആ ധനസഹായം കിട്ടാൻ കാരണം മരണപ്പെട്ട ആളുകൾ അവരുടെ അവകാശികളായിരിക്കും. ആ അവകാശം തെളിയിക്കണമെങ്കിൽ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതുവരെയും കിട്ടുന്നില്ല. അങ്ങനെ ധനസഹായം പോലും ലഭിക്കാത്ത ഒത്തിരി കേസുകൾ. അമ്മയുടെ മരണം മരിച്ചോ ഇല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും അറിയാത്ത മക്കൾ,
ജ്യേഷ്ഠനെ തിരഞ്ഞു നടക്കുന്ന ഇപ്പോഴും ഉണ്ട്. മക്കളെ സ്വന്തം മക്കൾ മണ്ണിനടിയിലായിട്ട് അവരെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത മനുഷ്യർ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളെ മുന്നിലുണ്ട്. അതിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഞങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരി, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ശരിയാണ്, കേന്ദ്ര സഹായം വൈകുന്നു, കേരളത്തെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. നൈസാമോളെ ചേർത്തുപിടിച്ച കാഴ്ച വൈകാരികതയോടുകൂടിയാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര സർക്കാർ പണം നൽകുന്നതിൽ ഒരു തീരുമാനമെടുത്തില്ല എന്നുള്ളത് ഒരു കുറ്റകരമായ അനാസ്ഥയായി തന്നെ നമ്മൾ കരുതുമ്പോഴും സജിമോൻ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിരുന്നു. ഒരു DPR തയ്യാറാക്കണമെങ്കിൽ പോലും ഇവരെ എവിടെയാണ് പുനരധിവസിപ്പിക്കുക? ആ സ്ഥലം ഏറ്റെടുക്കണ്ടേ? 2 സ്ഥലങ്ങൾ നിശ്ചയിച്ചു. അതിൽ പക്ഷേ ഓണർമാർ കോടതിയിൽ പോയി. അത് കേസിലും നൂലാമാലകളിലും കുടുങ്ങിക്കിടക്കുന്നു. 47 പേരുടെ മൃതശരീരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കൾ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അവർക്ക് സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ല. വലിയ അനിശ്ചിതത്വത്തിൽ കഴിയുകയാണ് ഈ മനുഷ്യരെല്ലാവരും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കേന്ദ്രത്തെ കുറ്റം പറയുന്നതിന് മുൻപ്? എന്തായാലും ലോകത്ത് തന്നെ മാതൃകയായ ഒരു പുനരധിവാസ പ്രവർത്തനത്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ വയനാട്ടിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് പൊതുവായ ധാരണകളുണ്ടാക്കി. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാരുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. അതിനടിസ്ഥാനത്തിൽ എല്ലാ സഹായങ്ങളും സമാഹരിച്ചുകൊണ്ട് മാതൃകാപരമായ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ, 1000 വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പ്, അതിന് 2 സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭ തീരുമാനിച്ചു. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിലെത്തി. കോടതിയോട് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ആ തുക, കോടതി പറയുന്ന തുക കോടതിയിൽ കെട്ടിവെക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് സ്ഥലം വിട്ടുതരിക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 1000 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിനാവശ്യമായ സ്ഥലം കണ്ടെത്തൽ വളരെ എളുപ്പം സാധിക്കുന്നൊരു കാര്യമാണ് എന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലാഘവത്തോടെ പറയാനാകുന്ന കാര്യമല്ല. മാത്രമല്ല, 1000 വീടെന്ന് പറയുന്നത് 2 ടൗൺഷിപ്പാക്കുകയാണ്. അവിടെ സ്കൂളുണ്ടാവും, ആശുപത്രി ഉണ്ടാകും, നല്ല റോഡുണ്ടാകും, അംഗനവാടി ഉണ്ടാകും, കളിസ്ഥലമുണ്ടാകും. 2 ഗ്രാമങ്ങൾ നിർമ്മിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ആധുനിക ജീവിത പരിസരത്ത് ജീവിക്കുന്ന മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു ജീവിത ഇടം അവിടുത്തെ മനുഷ്യർക്ക് ഉണ്ടാക്കി നൽകുക എന്ന് തന്നെയാണ് കേരള സർക്കാർ ലക്ഷ്യമിട്ട് 2200-ലേറെ കോടി രൂപയുടെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചത്. മാത്രമല്ല, ഇപ്രകാരം ഈ കാര്യങ്ങൾ അതിൻ്റെതായ നിലയ്ക്ക് താമസമുണ്ട് എന്ന നല്ല ധാരണയുള്ളത് കൊണ്ടാണ് മുഴുവൻ ആളുകളെയും അവർക്ക് വാടക കൊടുത്ത് ഇപ്പോൾ വാടക വീടുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ 2 ആളുകൾക്ക് 300 രൂപ വെച്ച് സർക്കാർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പ്രതിദിനം. അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള വീട്ടിൽ ഒരാൾക്ക് കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയുള്ളവർക്ക് ഒരാൾക്ക് കൂടി, അല്ലെങ്കിൽ അവർക്ക് കൂടി പണം കൊടുത്ത് വരികയാണ്. അപ്പം ഏതാണ്ട് ഭൂരിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൽക്കാലിക പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ പോലും ഒരു സ്കൂളിലോ അനാഥമായോ കഴിയേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ അതൊരു ഭാഗം. 2, ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് പരിപാടിയുണ്ട് എന്ന് മാത്രമല്ല, ആ പരിപാടി കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സജിമോൻ സൂചിപ്പിക്കുന്ന കാര്യം. അതിൽ ഇപ്പം തന്നെ DNA പരിശോധന അടക്കം നടത്തിക്കൊണ്ട് സാധ്യമായ എല്ലാ തരത്തിലും നടത്തിയെന്നുള്ളത് എല്ലാവരും ബോധ്യപ്പെടുന്നുണ്ട്. കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ഉറ്റവർ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ പരിഹാരം കൊടുക്കും. അതിൻ്റെതായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത് തന്നെയല്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കേന്ദ്രവും പറയുന്നത്? തന്നെ തെറ്റാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉടനെ നരേന്ദ്രമോദിയെ സഹായിക്കാൻ വേണ്ടി ഒരു വാചകം കിട്ടിയെന്ന് പറഞ്ഞ് അരുൺ അങ്ങനെ ഉത്സാഹിക്കാതെ, അത്ര ഉത്സാഹം പാടില്ലല്ലോ. ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം ഒരു ഭാഗമല്ലേ? അതൊരു പ്രക്രിയയുടെ ഭാഗമല്ലേ?
നമുക്ക് മരണപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട് DNA പരിശോധന അടക്കം ലഭ്യമായ കാര്യങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഏതാണ്ട് 17 കോടിയോളം രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. സർക്കാരിന് ചെലവഴിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇത്ര ആളുകൾക്ക് ഈ സഹായം നൽകിയാൽ ഈ 47 പേർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ചാനൽ ചർച്ച വേണോ? നിങ്ങൾ ആരെങ്കിലും അതിന് വർത്തമാനം പറയേണ്ട കാര്യമുണ്ടോ? അതിനൊന്നും അറച്ചു നിൽക്കുന്ന ഒരു സർക്കാരല്ല. എന്റെ സംശയമല്ല, ഇന്നിപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ടൗൺഷിപ്പിനെ കുറിച്ച് പറയുന്നു, വലിയ പദ്ധതികളെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന മനുഷ്യരുടെ ചിത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ടൗൺഷിപ്പ് എവിടെ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണയായിട്ടില്ല. ഏതാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് അതിപ്പോഴും കോടതിയിൽ തന്നെ കിടക്കുന്നു. ഈ കോടതി നടപടി എന്ന് അവസാനിക്കുമെന്ന് സർക്കാരിന് പറയാൻ കഴിയുമോ? അതിന് ഈ കോടതിയല്ലേ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൂലാമാലകളിൽ പോകാത്ത മറ്റൊരു സ്ഥലം സർക്കാരിന് ഏറ്റെടുത്തൂടെ? അത് നിലവിൽ പരിശോധിച്ചതിന് ശേഷം അങ്ങനൊരു സ്ഥലം കണ്ടെത്തുന്നതിന് എന്താ തടസ്സം? ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. അനിൽകുമാർ, പരസ്പര വിരുദ്ധമായി അരുൺ തന്നെ സംസാരിച്ചു. എന്താ പരസ്പര വിരുദ്ധമായി പറഞ്ഞത്? ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ഏത് സ്ഥലമാണെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. ആ തീരുമാനിച്ച സ്ഥലം നോട്ടിഫൈ ചെയ്തു. അപ്പോൾ സ്ഥലമാണെന്ന് മനസ്സിലായിട്ടില്ലേ? അവരാ സ്ഥലം തരാൻ തയ്യാറാണോ? തരാൻ തയ്യാറാണ്. ഒന്നോ രണ്ടോ സ്ഥലം നിങ്ങൾ നോട്ടിഫൈ ചെയ്തത് അനിൽകുമാർ? ഈ പറയുന്ന ഞാൻ പറയട്ടെ, 2 സ്ഥലം. അപ്പൊ പിന്നെ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ 2 സ്ഥലം എന്ന് പറയുമ്പോൾ 2 സ്ഥലത്തിലെ DPR സാധ്യമല്ലല്ലോ. അതിൽ ഒരു സ്ഥലം ഫിക്സ് ചെയ്യണ്ടേ? അങ്ങനല്ല. 500 വീടുകൾ വീതം 1000 വീടുകൾ നിർമ്മിക്കേണ്ടതായി കാണുകയാണ്. ഒരു സ്ഥലത്ത് 500 വീട്, മറ്റേ സ്ഥലത്ത് 500 വീട്, അതിനാവശ്യമായ മറ്റ് സൗകര്യങ്ങൾ. ഇപ്പം ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി രക്ഷപ്പെടും കേട്ടോ, സതീശൻ രക്ഷപ്പെടും. VD സതീശൻ്റെ ലക്ഷ്യം നരേന്ദ്രമോദിയെ രക്ഷപ്പെടുത്തലാണ്. ഞാൻ അതിൽ കൃത്യമായിട്ട് പറയും, ഒരു സംശയത്തിനും അവകാശമില്ല. പിന്നെ കോടതിയല്ലേ തീരുമാനിച്ചാൽ നമ്മുടെ രാജ്യത്ത് തീരുമാനം എടുക്കുന്ന അന്തിമ തീരുമാനം കോടതിയില്ലേ? സർക്കാരിന് വിവേചനപരമായിട്ട് തീരുമാനിക്കാൻ പറ്റുമോ? വയനാട് ഒരു സ്ഥലത്ത് 500 വീടുണ്ടാക്കണം, അതിനുള്ള സ്ഥലം എവിടെ കണ്ടെത്തും? പരിസ്ഥിതി ലോല മേഖലയല്ലേ? ഞാനൊന്ന് മറ്റതിഥികളിലേക്ക് പോയി വരാം. ആ പ്രദേശം വിട്ടുപോകാൻ ഞാൻ പറയട്ടെ. ഇല്ലില്ല അരുണ, ഇതാണ് പ്രശ്നം. ഇല്ല, എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി പോകണം. അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. സർക്കാരിന്റെ നിലപാട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. 500 വീതമുള്ള 2 സ്ഥലങ്ങൾ കണ്ടെത്തി കോടതിയാണ് തീരുമാനിക്കുന്നത്. കേന്ദ്രത്തിന്റെ റൗണ്ടിലേക്ക് ആദ്യം സജിമോൻ ഉന്നയിച്ചത് സംസ്ഥാന വിഷയമായതുകൊണ്ടാണ് ഞാൻ വിഷയം ഉന്നയിച്ചത്. 2ാം റൗണ്ടിൽ കേന്ദ്ര സർക്കാരിന്റെ വിഷയം ഉന്നയിക്കുമ്പോൾ ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. നോക്കൂ സർ, എനിക്ക് എല്ലാ അതിഥികൾക്കും സമയം കൊടുത്തു പോകണം. അനിൽകുമാർ, ഞാൻ 2ാമത്തെ റൗണ്ടിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുക. ഞാൻ ആ ഘട്ടത്തിൽ അങ്ങയിലേക്ക് തിരികെ വരാം. അതല്ലെങ്കിൽ എനിക്ക് അങ്ങേക്ക് 30 സെക്കൻഡ്സ് അങ്ങേക്ക് അനുവദിക്കണം. അങ്ങേക്ക് തീരുമാനിക്കാം 30 സെക്കൻഡ്സ് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കാര്യം പറയണമോ 3 മിനിറ്റ് എടുത്ത് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയണോ? അങ്ങ് തീരുമാനിക്കൂ. 3 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് കാത്തിരിക്കാം. ഞാൻ അവസാനിപ്പിച്ചു. ശരി, ഞാൻ 2ാമത്തെ റൗണ്ടിൽ വരാം. അവസാനിപ്പിച്ചു. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ലീഗ് പ്രതിനിധി PK ഫിറോസ്. ശ്രീ PK ഫിറോസ്, സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തില്ലേ? മാതൃകാപരമായ രക്ഷാപ്രവർത്തനമായിരുന്നില്ലേ? ദുരന്ത നിവാരണം ഏറ്റവും മികച്ചതായിരുന്നില്ലേ? അതിനുശേഷം വാടകയ്ക്ക് ഇവരെ താമസിപ്പിക്കുന്ന കാര്യത്തിലും സർക്കാർ വീഴ്ച വരുത്തിയില്ലല്ലോ. അവർക്കുള്ള ധനസഹായം 3 മാസത്തേക്കുള്ള ധനസഹായം പോലും നൽകിയില്ലേ? എല്ലാം കൃത്യമായി സർക്കാർ ചെയ്യുന്നില്ലേ? കോടതി ഇനി അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നും ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേന്ദ്ര സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും മാതൃകാപരമായ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ്. അപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കുന്ന വിമർശനത്തിലെ മുന സംസ്ഥാന സർക്കാരിലേക്ക് കൂടി തിരിക്കുന്നത് എന്തിനാണ് ശ്രീ PK ഫിറോസ്? അരുൺ, ഇപ്പോൾ സജിമോൻ സംസാരിച്ചപ്പോഴും അഡ്വക്കേറ്റ് അനിൽകുമാർ സംസാരിച്ചപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തത, അത് അവർ സംസാരിച്ചതുകൊണ്ട് മാത്രമല്ല, ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന ഒരു വസ്തുത, ഒന്ന്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ തികഞ്ഞ അവഗണന കാണിക്കുന്നു, യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കടുത്ത അനാസ്ഥ അവരുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതരായ ജനങ്ങളോട് കാണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അരുൺ ചോദിച്ച ചോദ്യം, അവിടെ ദുരന്ത രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ട് വീഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അത് ചർച്ച ചെയ്ത് വീണ്ടും ആ വിഷയത്തിലേക്ക് വരുന്നത് അർത്ഥമില്ല. ഇപ്പോൾ അനിൽകുമാർ തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. അദ്ദേഹം പറഞ്ഞത് ദിവസം 300 രൂപ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. 2 മാസമാണ് കൊടുത്തത് ദിവസം 300 രൂപ വെച്ച്, ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ വാടകയുടെ കാര്യമാണെങ്കിൽ വാടക 4500 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വാടക തന്നെ ഇപ്പോഴും കിട്ടാത്ത ആളുകൾ, ഇന്നും എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു വാടക കിട്ടുന്നില്ല.
ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാടക വരുന്നില്ല. മാത്രമല്ല 4 മാസമായിട്ട് ആരാന്ന് പറയോ? ആരാന്ന് പറയോ? ആരാന്ന് പറയോ? ഇപ്പൊ തന്നെ മറുപടി കാര്യമാണ്. ശരിയാണ്, ഞാൻ സമ്മതിക്കും. ആളുടെ പേര് ഞാൻ പറയാം. ആളുടെ പേര് അല്ല, ആരാന്ന് പറയാം. ഇപ്പൊ തന്നെ ഉത്തരം ആളുടെ പേര് പറയാം. ആരാന്ന് പറയാം? പേര് പിന്നെ പേര് പറഞ്ഞു. അല്ല, ഞാൻ പറയാം. സൈനബ മണ്ണിൽ തൊടി. സൈനബ മണ്ണിൽ തൊടി. ആ ചൂരൽമലയിലെ സൈനബ മണ്ണിൽ തൊടി. നീ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അയച്ചുതരാം. ചൂരൽമല പറഞ്ഞോളൂ. അവരെ വിളിക്കട്ടെ. നമുക്ക് വിളിക്കാമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ലൈവില് വിളിക്കൂ. നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞിട്ട് പോകരുത്. ലൈവില് വിളിക്കൂ സാർ. നമുക്ക് വിളിക്കാം സാർ. ഞാൻ നമ്പർ തന്നെ അയക്കാം. സാർ താങ്കൾ കേൾക്കൂ സാർ. ആദ്യം വിളിക്കും. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ദിവസം 300 രൂപ. ഇപ്പോഴും നിങ്ങൾ കേൾക്കൂ സാർ. ശരിക്കല്ലേ സാർ? വയനാട്ടിലെ ദുരന്തബാധിതരുടെ കാര്യമാണ് സംസാരിക്കുന്നത്. മുരളീധരൻ പറഞ്ഞതുപോലെ ഒരു ഗ്രാമം, ഒരു നാടൊന്നാകെ ഒലിച്ചു പോയിട്ടില്ല, 3 വാർഡ് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ വാടക കിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ചിരിക്കാൻ തോന്നണമെന്നില്ല സാർ. അത് ക്ഷമയോടെ കേൾക്കൂ. അവർക്ക് വാടക കിട്ടാത്തവരുണ്ട്. ദിവസം 300 രൂപ നിങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നില്ല. 4 മാസമായിട്ട് അവരുടെ പുനരധിവാസം നിങ്ങൾ പറയുന്നു 2 സ്ഥലം കണ്ടെത്തിയെന്ന്. ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിക്രമമാണ് നിങ്ങൾ പൂർത്തീകരിച്ചത്? നിങ്ങൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചതാണ്. സംസാരിച്ചപ്പോൾ റവന്യൂ മന്ത്രി ഞങ്ങൾക്ക് നൽകിയ ഉറപ്പുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘം റവന്യൂ മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സെപ്റ്റംബർ 30-നകം എന്തു വന്നാലും ശരി ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കും. അന്ന് ഞങ്ങൾ ചോദിച്ചു നിയമപ്രശ്നത്തിലേക്ക് പോവോ? അദ്ദേഹം പറഞ്ഞു ഒരു നിയമപ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ നേരിടാൻ ഞങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ സെപ്റ്റംബർ 30-ക്കുള്ളിൽ ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കും, ടൗൺഷിപ്പ് ആരംഭിക്കും. അന്നും ഞങ്ങൾ പറഞ്ഞു പുത്തുമല, ആ പുത്തുമലയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ടൗൺഷിപ്പിനെ കുറിച്ച് ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ വാചാലമായി സംസാരിക്കുന്നില്ലേ? അരുൺ, ഞാൻ ചോദിക്കട്ടെ, പുത്തുമലയിൽ ഇതുപോലെ ഇവർ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചില്ലേ? ആ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞു വീട്, ആശുപത്രി, സ്കൂള്, ആരാധനാലയങ്ങൾ ആ പുത്തുമലയിൽ ഉണ്ടാക്കും. അങ്ങനെയുള്ള ടൗൺഷിപ്പാണ് ഞങ്ങൾ അവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എന്നിട്ട് പുത്തുമലയിൽ നമ്മൾ എന്താ കണ്ടത്? ചോർന്നൊലിക്കുന്ന വീടുകളല്ലേ? അവിടെ സ്കൂളുണ്ടോ? അവിടെ ആശുപത്രി ഉണ്ടോ? അവിടെ ആരാധനാലയം ഉണ്ടോ? അവിടെ സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ചു കൊടുത്ത വീടുകളല്ലാതെ അവിടെ സർക്കാർ എന്താ ചെയ്തത്? അപ്പൊ ആ ടൗൺഷിപ്പ് പൂർണ്ണ പരാജയമായിരുന്നു. അത് തെറ്റായിരുന്നു. അത് പ്രഖ്യാപനം മാത്രമായിരുന്നു. അത് പാഴ്വാക്കായിരുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് പറഞ്ഞു പുത്തുമലയിൽ സംഭവിച്ചത് ചൂരൽമലയിലും മുണ്ടക്കയിലെയും ജനങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ പ്രഖ്യാപിച്ച 100 വീട്, ഇനി വേണമെങ്കിൽ അതിൽ കൂടുതൽ വീട് നിർമ്മിച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മാത്രമല്ല, മറ്റു പല ഏജൻസികളും നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അരുൺകുമാർ. ഇപ്പോൾ ഇവർ പറയുന്നത് 2200 കോടി രൂപ വേണമെന്നാണല്ലോ. ശരി, 2200 കോടി രൂപ കേന്ദ്രം നൽകണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ CPM-നോടൊപ്പം ഞങ്ങൾ 2 പാർട്ടിയാണ്, 2 മുന്നണിയാണ് എങ്കിൽ പോലും അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, ഇനിയും തയ്യാറാണ്. ഇനി കേന്ദ്ര സർക്കാർ തരുന്നില്ല എങ്കിൽ അവരെ മഴയത്ത് നിർത്താൻ പറ്റുമോ? അവരെ ഇനിയും വാടക വീട്ടിൽ നിർത്താൻ കഴിയുമോ? ഞാൻ അനിൽകുമാറിനോട് ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 658 കോടി രൂപയുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ സ്റ്റേറ്റ് ദുരിതാശ്വാസ ഫണ്ടിൽ 788 കോടി രൂപയുണ്ട്. 1500 കോടിയോളം രൂപ സർക്കാരിന്റെ കയ്യിൽ ഈ 2 അക്കൗണ്ടിലായിട്ടുണ്ടല്ലോ. സ്ഥലം ഏറ്റെടുത്ത് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് പണം അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. നമുക്ക് കോടതിയെ സമീപിക്കണം. ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഇവിടെ ഉണ്ട്. ആ കോടതിയെ സമീപിച്ച് താമസം വിന നമുക്ക് അവരെ പിന്നീട് കേന്ദ്രത്തിൽ അവിടെ PK ഫിറോസ് കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാർ. അതാണ് അഡ്വക്കേറ്റ് K അനിൽകുമാർ പറഞ്ഞത്. ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന പരാതി ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയിരിക്കുന്ന കേസിലാണ്. നാളെ അമിത്ഷാ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പോകുന്നത്. എൻ്റെ ഒരു സംശയം ഇത്രയേ ഉള്ളൂ, PK ഫിറോസ്, എന്താണ് ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക? 2 സ്ഥലങ്ങൾ, അതും എല്ലാ ഉപാധികളുമുള്ള, അവിടെ ശാസ്ത്രീയമായ പരിശോധന നടത്തി കണ്ടെത്തിയ 6 സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. ആ 2 സ്ഥലങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് അതിൽ എത്ര പണം കൊടുക്കണം എന്നതിനെക്കുറിച്ച് തർക്കമുണ്ടാവുന്നത്. അത് കോടതിയിലിരിക്കുന്നു. അതിന് കോടതിയിലെ തീരുമാനിക്കേണ്ടത്. അതുവരെ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും PK ഫിറോസ്? ഞാൻ പറയാം 2 കാര്യം. ഒന്ന്,
കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കൊടുത്ത ഒരു പെറ്റീഷൻ അല്ല. മറ്റു പല സംസ്ഥാനത്തും പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കേന്ദ്രത്തിൽ കിട്ടാത്തതിന് കോടതി സമീപിച്ച കാര്യം നമുക്കറിയാം. അപ്പോൾ സുമോട്ടോ എടുത്ത കേസിലാണ് ഇപ്പോ ആ കേസിന്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഒരു പെറ്റീഷൻ കേരള ഗവൺമെന്റ് ഒരു പെറ്റീഷനായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി സ്ഥലം ഏറ്റെടുക്കുന്നത് കോടതിയിലാണല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ആ സ്ഥലം കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത്? ആ സ്ഥലം ഉടമയുമായി നെഗോഷിയേറ്റ് ചെയ്തു, ഒരു വിലയിലെത്തി. ആ വിലയിൽ നെഗോഷിയേഷൻ പിന്നെയും നടത്തി. അപ്പൊ അവരുമായി ഒരു ധാരണയിലെത്തിയിട്ടാണ് ഞങ്ങൾ അക്കാര്യങ്ങളുമായി മുമ്പോട്ട് പോയത്. സംസ്ഥാന സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ, ഒരു ടൗൺഷിപ്പ് ഉണ്ടാകുമ്പോൾ ആ ഭൂമി ഉടമകളുമായി സംസാരിക്കണ്ടേ? അവരുമായി ഒരു ധാരണയിലെത്തണ്ടേ? ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനമാണ് ചെയ്യണ്ടേ? അതൊന്നും ചെയ്യാതെ മന്ത്രിസഭ കൂടി ഒരു ഉത്തരവിറക്കിയാൽ സ്വാഭാവികമല്ലേ അവർ കോടതി സമീപിക്കില്ലേ? അപ്പോൾ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, സർക്കാർ ഇത് ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഈ പുനരധിവാസം ഇങ്ങനെ നീണ്ടു പോകലാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. മറ്റൊരു പുത്തുമലയും കവളപ്പാറയുമായി മാറുമോ എന്നൊരു ആശങ്ക അവിടുത്തെ ദുരന്തബാധിതർ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ശരിയാണ് പി കെ ഫിറോസ്. അതിന് മറുപടി സെൻകുമാർ പറയും. ഒപ്പം ഇന്നിപ്പോൾ LDFിന്റെ പ്രതിഷേധ മാർച്ച് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയായിരുന്നു. TP ജയചന്ദ്രൻ മാഷ് നമുക്കൊപ്പമുണ്ട്. TP ജയചന്ദ്രൻ മാഷിലേക്ക് ഞാൻ വരാം. എനിക്കൊരു ചെറിയ പി കെ ഫിറോസ്, മുസ്ലിം ലീഗ് പ്രതിനിധി, CPM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, ചൂരൽമല സ്വദേശി സജിമോൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നത്. TP ജയചന്ദ്രൻ മാഷിലേക്ക്. ഓഗസ്റ്റ് മാസത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിപ്പോയപ്പോൾ പറഞ്ഞ വാചകമായി എല്ലാ പത്രങ്ങളും നമ്മളടക്കം കൊടുത്ത തലക്കെട്ട് ദുരന്തം നേരിടുന്നതിൽ കേരളം ഒറ്റയ്ക്കല്ല എന്നാണ്. 120 ദിവസം കഴിയുമ്പോഴും ജയചന്ദ്രൻ മാഷേ, നമ്മൾ ഒറ്റയ്ക്കായിപ്പോയോ? കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ട പ്രത്യേക പാക്കേജിന് 1 രൂപ പോലും കിട്ടിയില്ല. പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് പണം കിട്ടിയില്ല. ചർച്ചയ്ക്ക് മുമ്പ് അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്ത തുകയെക്കുറിച്ച് മാത്രം അങ്ങ് പറയരുത്. അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അത് വയനാടിന് വേണ്ടി മാത്രമുള്ള പാക്കേജ് അല്ല. ചോദ്യം, വയനാട് പാക്കേജ് വൈകുന്നത് എന്തുകൊണ്ട് എന്നാണ്. ഡോക്ടർ അരുൺകുമാർ, താങ്കൾ ഇത് പറയരുത് എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നെനിക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഈ രാജ്യത്ത് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ദുരിതങ്ങളും ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് ആശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ കേന്ദ്ര സർക്കാരുകൾ വരെയുള്ള ഏജൻസികൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജ്യത്ത് കൃത്യവും വ്യക്തവുമായ നിയമാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ആ നിയമാവലി തയ്യാറാക്കിയത് ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്കല്ല. നാം ഇന്ന് പിന്തുടരുന്നത് 2005 ഭാരതം പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റാണ്. അരുൺ പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ അതിലൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു. റിലീഫ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും നിർവഹണത്തിൻ്റെയും പ്രാഥമിക ചുമതല സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ളതാണ്. അതിനു വേണ്ടിയുള്ള സഹകരണങ്ങൾ നൽകേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. താങ്കൾ പറയരുത് എന്ന് പറഞ്ഞ ഓരോ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായി 15ാം ധനകാര്യ കമ്മീഷനും എക്സ്പേർട്ട് കമ്മിറ്റിയും തയ്യാറാക്കുന്ന തുക മുൻകൂറായി നൽകുകയും അത് ബ്ലാങ്ക് ചെക്കായി കൈകാര്യം ചെയ്യുകയും വേണം. അത് മതിയാകാതെ വരുമ്പോൾ സംസ്ഥാനം മെമ്മോറാണ്ടം നൽകുകയും കേന്ദ്ര ഗവൺമെൻറ് മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വേണം. ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ കമ്മിറ്റിക്ക് രൂപം കൊടുക്കണം. മെമ്മോറാണ്ടം കിട്ടിയ ശേഷം ഒരു സ്ഥലം വന്ന് പരിശോധിക്കണം. അത് പിന്നീട് ഹൈ ലെവൽ കമ്മിറ്റിക്ക് കൈമാറണം. ആ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇനി നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ മറച്ചു വെക്കാം. ഒറ്റ ചോദ്യം ഡോക്ടർ അരുൺകുമാർ, വയനാടും ഉണ്ടായ ഇതേ ദിവസം കോഴിക്കോട്ട് അങ്ങ് വടക്കേ അറ്റത്ത് മറ്റൊരു സ്ഥലത്ത് ഇതേമാതിരി ഒരു ദുരന്തമുണ്ടായിരുന്നു. വിലങ്ങാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അനിൽകുമാറിന് അറിയുമോ? ആ സ്ഥലത്ത് എന്ത് ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഡോക്ടർ അരുൺ ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്? അതിനെന്താണ് ഡോക്ടർ അരുൺ തടസ്സമുള്ളത്? ഒരു വീട്, ഒരു കൃഷിക്കൊരു ചെറിയ ആനുകൂല്യം, അവരൊന്ന് തിരിഞ്ഞു നോക്കാൻ സംസ്ഥാനം വിചാരിച്ചിട്ടുണ്ടോ? അടുത്ത എൻ്റെ സംശയം അരുൺകുമാർ, ഇതേ നേരത്തെ ഒരുപക്ഷെ എന്നേക്കാൾ വ്യക്തമായി ഷാജിമോന് പറയാൻ സാധിക്കും. അത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ദുരന്തം ഈ പുത്തുമലയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അരുൺ അറിയുമോ? ഈ മഴച്ചാറ്റലിൽ പാത്രത്തിൽ വെള്ളവുമെടുത്ത് ആ ആളുകൾ ഇങ്ങനെ ചോരുന്ന വീടിൻ്റെ മുറിക്കകത്തിരുന്ന് ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ്. ചോദിച്ചു പലരും. ഞാൻ ഒരു കാര്യം അരുണോട് പറയും, നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചാലും
107ാമത്തെ, ഇന്ന് 126 ദിവസം കഴിഞ്ഞു. ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ചെറിയൊരു വാർത്തയായി വന്നിട്ടുണ്ടാകാം. 107ാമത്തെ ദിവസമാണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു മെമ്മോറാണ്ടം കൈമാറിയിരിക്കുന്നത്. നാം അറിയണം ഡോക്ടർ അരുൺകുമാർ, ഇത് ചെയ്യാൻ ഇത്രയും കാലതാമസം ഉണ്ടായി. മറ്റൊന്നും കൂടി നമ്മൾ തന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള തടസ്സം? അല്ല, ഞാൻ അതിലേക്ക് വരാം. തടസ്സം അങ്ങ് വിലങ്ങാടിന്റെ കാര്യം പറഞ്ഞല്ലോ. ബന്ധപ്പെട്ടതാണ്. അവർ പറയും ചൂരൽമല മുണ്ടക്കയുടെ പേരിൽ മെമ്മോറാണ്ടം കൊടുത്തത് ഓഗസ്റ്റ് 17-നല്ലേ? 120 ദിവസം കഴിഞ്ഞല്ലോ. അക്കാര്യത്തിൽ എന്ത് തീരുമാനമായി? അരുൺകുമാർ, ചുരൽമലയിൽ ഞാൻ ആ വാർത്ത എൻ്റെ കൈവശമുണ്ട്. അരുൺകുമാറിന്റെ ശ്രദ്ധയിൽ ഞാൻ ഒന്നുകൂടി പെടുത്തും. ഡോക്ടർ അരുൺകുമാർ, നിങ്ങളാരും പറഞ്ഞ കേസ് ആരും കൊടുത്തതല്ല. നോക്കൂ, ഓഗസ്റ്റ് 9-ന് കൃത്യം 9ാമത്തെ ദിവസം, അരുൺ, ഒരു മാസവും കഴിഞ്ഞ് 9ാമത്തെ ദിവസം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാതിയോട് സ്വയം ഒരു കേസെടുക്കുന്നു. കോടതി ആദ്യ നിരീക്ഷണം എന്താണെന്നറിയോ ഡോക്ടർ അരുൺകുമാർ? പരിസ്ഥിതി അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുന്നു കോടതി. പാരിസ്ഥിതിക ഓഡിറ്റിന് വേണ്ടിയിട്ട് അമിക്കസ് ക്യൂറിയെ നിശ്ചയിക്കുന്നു. എല്ലാം സുഗമമായി നടന്നു എന്ന അഭിപ്രായമുണ്ടെങ്കിൽ കോടതി അമിക്കസ് ക്യൂറിയെ നിശ്ചയിക്കേണ്ടി വരുമോ? മാത്രമല്ല, ഒന്നുകൂടി അരുൺകുമാർ നിങ്ങൾ ഓർക്കണം, തൊട്ട് പിറ്റേ ദിവസം സംഘു ബിശ്വാൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന കേരളത്തിൽ IAS ഓഫീസർ ഉത്തരവിടുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാനോ പ്രവർത്തനങ്ങളെ വിലയിരുത്താനോ മാധ്യമപ്രവർത്തകരോ പരിസ്ഥിതി പ്രവർത്തകരോ അവിടത്തേക്ക് കടന്നു പോകാൻ പാടില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അരുൺകുമാർ, നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക. പക്ഷേ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനത നമ്മുടെ മുമ്പിലുണ്ട്. കോടതി തന്നെ പറഞ്ഞു, ഒരു ബ്ലാങ്ക് ചെക്കല്ലേ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട്, അത് വിനിയോഗിച്ച് പോരെങ്കിൽ നമ്മളൊരു മെമ്മോറാണ്ടം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഫണ്ടിലൂടെ കൊടുക്കണ്ടേ? അതിന് ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി ഒന്ന് പരിശോധിക്കണ്ടേ? അതിൻ്റെ ചട്ടങ്ങൾ പാലിക്കണ്ടേ? ഉള്ള തുക വിനിയോഗിക്കുന്നതിന് എന്ത് തടസ്സമാണ്? പച്ചക്കള്ളം നമുക്ക് പറയാം. ഒരുപക്ഷെ ഷാജിമോനുണ്ട്, എത്ര പേർക്ക് 300 രൂപ കിട്ടുന്നുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും വാടകയുടെ അവസ്ഥ എന്താണെന്നും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നും കോട്ടയത്തിരിക്കുന്ന ആളുകളെക്കാളും കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ആ സ്ഥലത്ത് താമസിക്കുന്ന അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. 120 ദിവസം കഴിഞ്ഞ മെമ്മോറാണ്ടത്തിന്റെ ഭാഗമായി കേരളം ആവശ്യപ്പെട്ട 2192 കോടി രൂപയിൽ എത്ര രൂപ കേരളത്തിന് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു? അരുണെ, ഈ 2222 കോടി രൂപയുടെ കടലാസ് അരുൺ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ ആവശ്യത്തിനാണത്? മെമ്മോറാണ്ടം ഞങ്ങൾക്കല്ലല്ലോ കേന്ദ്ര സർക്കാരിലെ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ? അല്ലല്ലോ, ഇതൊക്കെ അല്ല അരുണല്ലേ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പുറകെ നടന്ന് കേന്ദ്രത്തിൻ്റെ നയങ്ങളിൽ മാറ്റമില്ലെങ്കിലും കേരളം രക്ഷപ്പെടുന്നതിന് വേണ്ടി പഠിച്ചൊരു കടലാസ് തയ്യാറാക്കി കൊടുത്ത ഡോക്ടർ അരുണല്ലേ? ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന സാധനമല്ലേ? ഞാൻ ഈ തരം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ആയിരക്കണക്കിന് മനുഷ്യർക്ക് കൊടുക്കേണ്ട ദുരിതാശ്വാസ നിധി 120 ദിവസമായിട്ടും കൊടുക്കാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ച് എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ കഴിയുക ശ്രീ ജയചന്ദ്രൻ? സാധിക്കും അനിൽകുമാറെ. 13 വർഷം കഴിഞ്ഞ് ടീകോമിൻ്റെ കാര്യങ്ങളായിരുന്നില്ലേ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്? വിവാദങ്ങൾ ഉണ്ടാക്കുകയും സംസ്ഥാനത്തോട് യാതൊരു കൂർ പ്രഖ്യാപിക്കാതിരിക്കുകയും എല്ലാത്തിലും കൈയിട്ട് വാരാൻ ശ്രമിക്കുന്നതിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? ഞാൻ ഒന്നുകൂടി ചോദിക്കും ഡോക്ടർ അരുൺകുമാർ, ഒറ്റ കാര്യം ഞാൻ അരുൺകുമാറിന് ചോദിക്കട്ടെ. അരുൺ, ഭൂമി തരം മാറ്റൽ എന്നൊരു പരിപാടി ലോകത്ത് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അരുൺ അറിയോ, 1510 കോടി രൂപയാണ് ഇനത്തിൽ പിരിച്ചു കിട്ടിയത്. 3 ദിവസം മുമ്പ് കേരള ഹൈക്കോടതി ചോദിച്ചു ഗവൺമെൻറ്റിനോട്, എവിടെ പോയി പണം? ഡോക്ടർ അരുൺ, 1510 കോടി രൂപ ഭൂമി തരം മാറ്റലിലൂടെ നെൽകർഷകർക്ക് നെൽകൃഷി മോട്ടിവേഷൻ വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞ കണക്കിൽ അതൊക്കെ കർഷകർക്ക് കൊടുക്കേണ്ട പണമല്ലേ സർ? നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ദുരന്തബാധിതരെ കുറിച്ചാണ്. അതും ഇതുമായിട്ട് എന്ത് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ TP ജയചന്ദ്രൻ മാഷെ ഒരൊറ്റ കാര്യം മാത്രം, ഇന്ന് LDF നടത്തിയ സമരവും ഇന്നലെ പാർലമെന്റിൽ UDF നടത്തിയിരിക്കുന്ന പ്രതിഷേധങ്ങളുമെല്ലാം സൂചിപ്പിക്കുന്നത് കേന്ദ്രം ഈ ദുരിതബാധിതരെ കൈയൊഴിയുന്നു എന്നതിലേക്കാണ്. അതിലുള്ള ഒരു വിമർശനം കേരളം ഒന്നടങ്കം രേഖപ്പെടുത്തുന്നുണ്ട് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ. അരുൺ, ഡിസംബർ മാസമാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തീരാൻ 5 മാസമേ ഉള്ളൂ. ഇനി ഒരു ദുരന്തം വരുന്നതിന് കരുതി വെച്ചിരിക്കുകയാണോ 758 കോടി രൂപ? അടുത്തുണ്ടാകേണ്ട ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ നമ്മൾ? അങ്ങനെ ദുരന്തം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഡോക്ടർ അരുൺ? അപ്പോൾ പണമില്ലായ്മ അല്ല അരുൺ നമ്മുടെ വിഷയം.
അത് ചിലവഴിക്കേണ്ട ഒരു മനസ്സില്ലായ്മയാണ്. ശരി, അതാണ് പുത്തുമലയിലെ കഴിഞ്ഞ ദുരന്തത്തിലും. എന്തിനേറെ ഒരു കാര്യം ഡോക്ടർ അരുണിന്റെ മുമ്പിലേക്ക് ഞാൻ പറയട്ടെ. 3000 കോടി രൂപയാണ് 2018-ലെയും 19-ലെയും പ്രളയ ദുരന്തത്തിന് വേണ്ടി നീക്കിവെച്ചത് കൊടുത്തത്. അരുൺ അറിയോ? കേന്ദ്ര ഗവൺമെന്റ് അക്കണക്ക് കൂടി പറഞ്ഞു. വെറും 900 രൂപയുടെ കണക്കാണ് കൊടുത്തത്. കേരളം കൊടുത്തത് 5000 കോടിയുടെ കണക്കാണ്. ആ കണക്ക് എൻ്റെ ഉണ്ട്. പ്രളയ ദുരിതാശ്വാസമല്ലേ? ഉദാഹരണങ്ങളില്ലേ? പ്രളയത്തിന്റെ കാര്യത്തിൽ 5000 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. 3000 കോടിയാണ് കൊടുത്തത്. വീണ്ടും ഉണ്ട്. അല്ല, അത് പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. രണ്ടും രണ്ടാണ്. 900 കഴിച്ച് 2100 എവിടെ? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിന് മുൻപ് ഒരു നിമിഷം എനിക്കതിന് മറുപടി എടുക്കണം. ചോദ്യം എന്താ? അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം, ഈ പണം കൊടുക്കാൻ ഇത്ര വൈകിയതിന്റെ കാരണം അല്ല സാർ, ഒരു നിമിഷം ചുരുക്കി പറയൂ. 30 സെക്കൻഡ്. മനുഷ്യവിരുദ്ധരായി ചിത്രീകരിക്കുമ്പോൾ അരുൺ ഒരു കാര്യം ഉത്തരം പറയണം. എനിക്ക് ഒറ്റ കാര്യം അവതരിപ്പിക്കണം. നോക്കൂ, പ്രളയ സെസ് 2118 കോടി രൂപയാണ് അരുൺ പ്രളയ സെസ്സിൽ കിട്ടിയത്. എന്ത് ചെയ്തു അരുൺ? എല്ലാം പുട്ടടിച്ചോ? ഇനിയും പുട്ടടിക്കാൻ വേണ്ടിയാണോ പ്രളയം? അതുകൊണ്ട് വയനാട്ടുകാർക്ക് അർഹതപ്പെട്ടത് കിട്ടണം. സ്റ്റേറ്റ് കൊടുക്കേണ്ട മെമ്മോറാണ്ടത്തിൽ കൃത്യമായി കൊടുക്കണം. പത്രങ്ങൾ 3 ദിവസം മുമ്പാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് അടിയന്തര സഹായമായ 10,000 കൊടുത്തില്ലേ? അവരുടെ വാടക കൊടുക്കുന്നില്ലേ? അവർക്കുള്ള 300 രൂപ വീതം ആദ്യത്തെ 2 മാസം കൊടുത്തിട്ടില്ലേ? അവർക്ക് മരണപ്പെട്ടവർക്കുള്ള മുഴുവൻ തുകയും 8 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടില്ലേ? ഈ പണമെല്ലാം കണ്ടെത്തിയതും ആ ദുരിതാശ്വാസം നടത്തിയതും സർക്കാരല്ലേ? ഇന്നിപ്പോ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വന്ന വ്യോമസേനയ്ക്ക് വേണ്ടി ബില്ല് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അത് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. ശരി, ഞാൻ വരാം. അതിന് മുൻപ് നമുക്കൊപ്പം സൈനബ ഇപ്പോൾ ചേരുന്നുണ്ട്. നേരത്തെ അനിൽകുമാർ ആവശ്യപ്പെട്ട PK ഫിറോസ് നേരത്തെ സൂചിപ്പിച്ച സൈനബയുടെ വാടകയുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 16-ാം തീയതി വാടക വീട്ടിലേക്ക് മാറി എന്നാണ് സൈനബ നമ്മളോട് പറയുന്നത്. ഇതുവരെ വാടക കിട്ടിയിട്ടില്ല. ചൂരൽമലയിൽ താമസിക്കുകയാണ് സൈനബ എന്നാണ് അറിയുന്നത്. സൈനബ നമുക്കൊപ്പം ചേരുന്നു. ഞാൻ അനിൽകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് അക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തി പോകാം. അനിൽകുമാറിനും ചോദിക്കാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. സൈനബ നമസ്കാരം. നമസ്കാരം. സൈനബ, ഈ ചൂരൽമലയിൽ ദുരന്തബാധിത പ്രദേശത്ത് താമസിച്ച ആളാണോ? വീട് നഷ്ടപ്പെട്ട ആളാണോ സൈനബ? ഞാൻ ടൗണിൽ എൻ്റെ വീട് പറ്റ നഷ്ടപ്പെട്ടു. എൻ്റെ കൃഷിയും വീടും പറ്റ നഷ്ടപ്പെട്ടു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ സൈനബ താമസിക്കുന്നത് എവിടെയാ? ഞാൻ മീനങ്ങാടി 54-ലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പെര കിട്ടിയില്ല. അപ്പൊ എൻ്റെ പേരക്കുട്ടിനെ പ്രസവത്തിന് കൊണ്ടുവരാനായിരുന്നു. അതുകൊണ്ട് കിട്ടിയ പെരയിൽ വേഗം കയറി. അതാണ് ഞങ്ങള്. അതിന് 10,000 രൂപ ഒരു വാടക പറഞ്ഞു. പിന്നെ ഞങ്ങളെ കാര്യങ്ങളോ 3 പെൺകുട്ടികളാണ്. സൈനബ ഒരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നോ? മാറിയിരുന്നു. അവിടെ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അത് ചൂരൽമലയിലാണോ ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നത്? അല്ല, ചൂരൽമലയല്ല. ഞങ്ങൾ താമസിക്കുന്നത് എന്റെ സ്വന്തം വീട്ടിൽ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും കൃഷി പറമ്പുമായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. അത് പോയി. അല്ല, ഇപ്പോഴത്തെ വാടക വീട് എവിടെയാണ്? വാടക വീട് മീനങ്ങാടിയിലാണ് വാടക വീട് അല്ലേ? 54-ലാണ്. സൈനബയ്ക്കൊപ്പം എത്ര പേരുണ്ട് അവിടെ വീട്ടിൽ? ഞങ്ങൾ 6 ആളുണ്ട്. എന്നാണ് ഏത് ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്? മേപ്പാടിയില്? ഞങ്ങള് മേപ്പാടി ചേമ്പിരി സ്കൂള് മേപ്പാടി സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ലിസ്റ്റ് തന്ന് ആ ലിസ്റ്റിൽ പോയതാണോ? സർക്കാർ തെരഞ്ഞെടുത്ത വീട്ടിൽ പോയതാണോ? സർക്കാരല്ല ഞങ്ങളാക്കിയത്. ഞങ്ങൾ സർക്കാരിന്റെ ഞങ്ങളതൊക്കെ എഴുതി കുട്ടിയാണ് ഞങ്ങള്. നിങ്ങളെ കണ്ടെത്തി ആ വിവരം അറിയിച്ചിരുന്നോ? പഞ്ചായത്തിനെ അറിയിച്ചിരുന്നോ? പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. ഇപ്പം മാസം 3 കഴിഞ്ഞു. നിങ്ങൾക്ക് 1 മാസത്തെ വാടകയും കിട്ടിയില്ലേ? 1 മാസത്തെ വാടകയും കിട്ടിയില്ലേ? ഇല്ല, 1 മാസത്തും കിട്ടിയിട്ടില്ല. ശ്രീ കേൾക്കുമാർ. ഹലോ. കേൾക്കാം. ഹലോ, അവരുടെ മോഹനാണ് സേനവന്റെ. എന്താണ് നിങ്ങൾക്ക് മാത്രം വാടക കിട്ടാത്തത്? സർക്കാരിന്റെ കണക്ക് പ്രകാരം എല്ലാവർക്കും വാടക കൊടുക്കുന്നുണ്ട് എന്നാണ്. നിങ്ങൾക്ക് എത്ര മാസമായി ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നു? എത്ര മാസമായി കിട്ടുന്നില്ല? ഹലോ. കേൾക്കുന്നുണ്ടോ? പിന്നെ സേനവന്റെ മോഹനാണ് ബഷീർ. അല്ല, എത്ര മാസമായി നിങ്ങൾ ഈ വാടക വീട്ടിൽ താമസിക്കുന്നു ശ്രീ ബഷീർ? എത്ര മാസമായിട്ട്? അത് തന്നെ. അല്ല, എത്ര മാസമായി താമസിക്കുന്നു? എത്ര മാസത്തെ വാടകയാണ് ഇനി കിട്ടാനുള്ളത്? ഒന്നും കിട്ടിയിട്ടില്ല. ഈ മീനങ്ങാടിയിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വിവരം അല്ല, വാടകയ്ക്ക് താമസിക്കുന്ന വിവരം പഞ്ചായത്തിനെയും അധികൃതരെയും അറിയിച്ചിരുന്നോ? തീർച്ചയായും അതൊക്കെ അറിയിച്ചിരുന്നു. ഞങ്ങൾ 1ഉം 2ഉം തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്?
ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ മിനിഞ്ഞാന്ന് പിന്നെ താലൂക്ക് ഓഫീസിൽ പോയിരുന്നു. ഞാനും എൻ്റെ അനിയനും എൻ്റെ പെങ്ങളും എൻ്റെ ഉമ്മയും കൂടെ പോയിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അവരോട് പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പിന്നെ അപ്പോൾ അവർ പറഞ്ഞു വില്ലേജിൽ നിന്ന് എന്തോ ഒരു പേപ്പർ സാങ്ഷൻ ആകാണ്ട് നിങ്ങൾക്ക് ഈ 10,000 രൂപ അടിയന്തര ധനസഹായം കിട്ടിയിരുന്നോ? അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കിട്ടി. 300 രൂപ മാസം ഓരോ ദിവസവും കിട്ടുന്നത് കിട്ടിയിരുന്നോ? അതും കിട്ടിയിട്ടുണ്ട്. അത് 300 കിട്ടിയോ? ആ, അതും കിട്ടി. അപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, പി കെ ഫിറോസ് പറഞ്ഞത് ശരിയാണ്. സൈനബയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 10,000 കിട്ടി. 300 രൂപ വീതം ദിവസം എന്ന നിലയിൽ മാസം കിട്ടേണ്ട പണവും കിട്ടി. പക്ഷേ വാടക കഴിഞ്ഞ 3 മാസമായിട്ട് കിട്ടിയിട്ടില്ല. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ലിസ്റ്റില് 17 പേര് ഉണ്ട്. ഞങ്ങളെ ലിസ്റ്റ് കണ്ടതാണ്. അവിടെ 17 പേരുണ്ട് ഇതുപോലെ വാടക കിട്ടാത്തതായിട്ട്. ഈ 17 പേരുണ്ടോ? വാടക കിട്ടാൻ ഇനി 17 പേരുണ്ട്. 17 കുടുംബങ്ങൾ. 17 പേരുണ്ട്. ആ, ശരി. തീർച്ചയായിട്ടും നാളെ ഞങ്ങളുടെ പ്രതിനിധി അത് കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും. നമുക്ക് റവന്യൂ വകുപ്പ് മന്ത്രിയെ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. പെട്ടെന്ന് ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ശരിയായി, ഒരാഴ്ചന്റെ ഉള്ളിൽ എന്താണ് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞു. അത് ശരിയാക്കി തരാം. പി കെ ഫിറോസ് ഇപ്പോൾ ഉന്നയിച്ചു. നാളെ തന്നെ അക്കാര്യത്തിലുള്ള തീരുമാനം നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ റവന്യൂ വകുപ്പ് മന്ത്രിയെ നാളെ തന്നെ ഞങ്ങളുടെ ബ്യൂറോ ബന്ധപ്പെടും. താങ്ക് യു. പി കെ ഫിറോസ് പറഞ്ഞ കാര്യം ശരിയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, 17 കുടുംബങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടാനുണ്ട് എന്നാണ് സൈനബയുടെ മകൻ ബഷീർ പറയുന്നത്. അല്ല, അതിനൊക്കെ ഈ ചാനൽ ചർച്ച വരെയൊന്നും കാത്തിരിക്കേണ്ട. അവിടെ MLA-മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. നിയമസഭയിലെ ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് UDF-ന് ഉന്നയിക്കാമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ സാർ, ഞാൻ തന്നെ പറയല്ലേ, അങ്ങോട്ടല്ലേ പറയുക, കേൾക്ക്, ദയവായി കേൾക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന ആളുകൾ പറയുന്ന മുഖവിലക്കെടുക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മര്യാദ. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ അവിടെ UDF-ന് ഒരു MP ഉള്ള സ്ഥലമാണ്. വയനാട്ടിൽ നിങ്ങൾക്ക് MP ഉണ്ട്, വലിയ വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. അവിടുത്തെ ജനങ്ങളോട് ബാധ്യതയുള്ള ആളുകൾ ഉണ്ടല്ലോ. അവരാരും നാളെ ഇതുവരെ പറഞ്ഞില്ല. ഇന്ന് ചാനൽ ചർച്ച അല്ല ഉന്നയിക്കേണ്ടത്. ഈ വിഷയം പരിഹരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ അങ്ങോട്ട് പറയട്ടെ, കേൾക്കൂ. അവിടെ MLA-മാരൊക്കെ ഇല്ലേ നിങ്ങൾക്ക്? കലക്ട്രേറ്റിന് മുന്നിൽ തല്ലുണ്ടാക്കാൻ പോയപ്പോൾ അവർക്കവിടെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനായിരുന്നു മടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൈകാര്യം ചെയ്യാം. ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം എന്താണ്? ഒന്ന്, ലെവൽ 3 തരത്തിലുള്ള ഒരു ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറുണ്ടോ? അത്തരമൊരു ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ UDF തയ്യാറുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ അവിടെ ഈ വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാവില്ല. കേരള സർക്കാർ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളി. ഈ മാതൃക പൊതുമേഖലാ ബാങ്കുകൾ സ്വീകരിച്ചിട്ടില്ല, മറ്റ് ബാങ്കുകൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ലെവൽ 3 ആയി പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്പർ 1. നമ്പർ 2, ഇവിടെ കോൺഗ്രസ് നേതാവും ലീഗിൻ്റെ നേതാവും അതുപോലെ തന്നെ BJP നേതാവും പറയുന്ന ഒരേ വാദമാണ്. കേന്ദ്ര സർക്കാർ പൈസയെല്ലാം ഇവിടെ തന്ന് കിടപ്പുണ്ട്, അങ്ങ് ചെലവഴിച്ചിട്ട് അങ്ങോട്ട് എല്ലാം അറിയുക. അങ്ങനെ ചെലവഴിക്കാൻ പറ്റുന്ന ഫണ്ടല്ല അത്. അൺടൈഡ് ഫണ്ടല്ല, ടൈഡ് ഫണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലവും ദുരന്തമുണ്ടാകുമ്പോൾ 1.25 ലക്ഷം കോടി രൂപയാണ് ആ ടൈഡ് ഫണ്ടെന്ന് പറയും. ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് 1.25 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ രാജ്യത്ത് ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം വീതം വെക്കുന്നത്. എല്ലാ കൊല്ലവും ദുരന്തം ഉണ്ടായില്ലെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ആ പണം അലോട്ട് ചെയ്ത് കിട്ടും. ആ പണം വിനിയോഗിക്കുന്നതിന് കേന്ദ്ര മാനദണ്ഡമുണ്ട്. അതാണ് ടൈഡ് ഫണ്ടെന്ന് പറയുന്നത്. എന്താണ് മാനദണ്ഡം? നിങ്ങൾ വീട് വെക്കുമ്പോൾ കേന്ദ്രത്തിന് 1,30,000 രൂപയെ തരാൻ പറ്റൂ. 1,30,000 രൂപയുടെ വീട് വെച്ച് കൊടുത്താൽ മതിയോ? 4 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്താൽ മതിയോ? ഇവിടെ നിവേദനം എന്താണെന്നറിയില്ല എന്ന് ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി പറഞ്ഞു. നിവേദനത്തിൻ്റെ കോപ്പി നിങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ടാണല്ലോ മാധ്യമങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. ചെലവിൻ്റെ കണക്ക് പുറത്തു വിട്ടു എന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കിയത് അത് വെച്ചിട്ടല്ലേ? അത് ആദ്യത്തെ നിവേദനമാണ്. രണ്ടാമത്തെ നിവേദനവും കോടതിയിലുണ്ട്, സമൂഹത്തിന് മുന്നിൽ വന്നിട്ടുള്ളതാണ്. ആ മാനദണ്ഡ പ്രകാരം അല്ലെങ്കിൽ ആ നിവേദന പ്രകാരം എത്രയാണ്? 1,111 കോടി രൂപയാണ് വീട് വെക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സ്ഥലം ഏറ്റെടുക്കണ്ടേ? ആ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ അല്ലാണ്ട് ഈ പണം ചെലവഴിക്കാൻ പറ്റുമോ?
അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കേന്ദ്രം തരുന്ന ഈ മുഴുവൻ പൈസ ചിലവാക്കാൻ പറ്റുമോ? 658 കോടി രൂപ കേന്ദ്രത്തിൻ്റെ അവിടുന്ന് ഇതിൽ കിടപ്പുണ്ട്. അതങ്ങ് ചിലവാക്കാൻ, സ്ഥലം ഏറ്റെടുക്കുന്നതിന് ചിലവാക്കാൻ കേന്ദ്ര നിയമപ്രകാരം അനുവാദം ഉണ്ടോ? അപ്പം ലീഗിൻ്റെ പ്രകൃതി ആർക്ക് വേണ്ടിയാണ് ഇവിടെ വെള്ളം കോരാൻ വന്നത്? നരേന്ദ്രമോദിക്ക് വേണ്ടിയോ? BJP പറയുന്ന അതേ വാദമാണ് ലീഗ് നേതാവ് പറയുന്നത്. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. 1,30,000 രൂപ ആളുകൾക്ക് കൊടുത്തു വിട്ടാൽ മതിയോ? ഈ പറയുന്ന മുഴുവൻ പേർക്ക് 1,30,000 വെച്ച് കൊടുത്താൽ മതിയോ? ഒരു സ്കൂള് നഷ്ടപ്പെട്ടാൽ 2 ലക്ഷമാണ് കേന്ദ്ര മാനദണ്ഡം. ഒരു വാഴ പോയാൽ 17 രൂപ, ഒരു തെങ്ങ് പോയാൽ 50 രൂപ കൊടുത്തു വിട്ടാൽ മതിയോ? കേന്ദ്ര മാനദണ്ഡ പ്രകാരം കണക്കാക്കിയാൽ 221 കോടി രൂപ ആ ഫണ്ടിൽ നിന്നും കേരളത്തിന് ചെലവഴിക്കാം. അതുകൊണ്ടാണ് കേരളം പറയുന്നത് L3 എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേന്ദ്രം പ്രത്യേക സഹായം നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒലിച്ചു പോയത് പുനരുദ്ധരിക്കാൻ കഴിയൂ. 30 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണൊലിച്ചുപോയി 15 കിലോമീറ്റർ നീളത്തിൽ റോഡുകൾ തകർന്ന, സ്കൂളുകൾ തകർന്ന, അവിടുത്തെ ജീവിതം തകർന്ന, വീട് വെക്കാൻ സ്ഥലമില്ലാതായി പോയൊരു ദുരന്തമാണ്. അത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് ഈ ദുരന്തമൊന്നും പോരായിരുന്നു. 3 വാർഡല്ലേ ഒളിച്ചു പോയെന്നല്ലേ കേന്ദ്രമന്ത്രിയായിരുന്ന BJP നേതാവ് പറഞ്ഞത്. അതല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അടിയൊപ്പ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഫണ്ടിൽ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ മാനദണ്ഡ പ്രകാരം 221 കോടി രൂപയ്ക്ക് മേലെ വയനാട്ടിൽ ചെലവഴിക്കാനാവില്ല. ഇനി കേന്ദ്ര സർക്കാർ കേരളവുമായി ബന്ധപ്പെട്ട് നിവേദനം തയ്യാറാക്കി. ആഗസ്റ്റ് 10 പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എങ്ങനെ നിവേദനം ഉണ്ടാക്കണമെന്ന് അവരല്ലേ പറഞ്ഞു തന്നത്? സംയുക്ത പരിശോധനയുടെ ഭാഗമായിട്ടല്ലേ നിവേദനം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തത്, പ്രാഥമിക നിവേദനം. അപ്പോൾ അവർ മറുപടി പറഞ്ഞു ബാക്കി കൂടി തയ്യാറാക്കി തരിക. അതനുസരിച്ച് നടപടിക്രമം പൂർത്തിയാക്കി 2ാമത്തെ നിവേദനം കൊടുത്തു. പ്രധാനമന്ത്രിയെ ചെന്ന് മുഖ്യമന്ത്രി കണ്ടു. നമ്പർ 1 ചോദ്യം, L3 ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? നമ്പർ 1. ഓക്കെ. നമ്പർ 2, UP-യിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ജീവിത നിലവാരം മതിയോ അവിടെ? 3ാമത്തെ കാര്യം, കേരള സർക്കാർ ഇപ്പോൾ പൈസ ചെലവാക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളം. എന്താ കാര്യം? അത്യാവശ്യം എന്താണോ വേണ്ടത് അതിപ്പോൾ 17 കോടിയോളം രൂപ ചെലവാക്കിയിട്ടുണ്ട്. 2 കൊല്ലത്തോളം വാടക കൊടുക്കാനുള്ള ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ തയ്യാറാക്കിയാണ് അതിൻ്റെ ഭാഗം നീക്കിക്കൊണ്ടിരിക്കുന്നത്. വീട് നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞാലേ അങ്ങോട്ട് അവരെ മാറ്റാൻ പറ്റൂ. അതുവരെ അവരെ സംരക്ഷിക്കാനുണ്ട്. BJP-യുടെ പ്രകൃതി 2 വാക്കുകൾ പറഞ്ഞു. ഒരു വാക്കെന്ന് പറയുന്നത് കൈയിട്ട് വാരൽ. ഞാൻ BJP-യുടെ പ്രകൃതിയെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഈ ചാനൽ ചർച്ചയിൽ. നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ, കൈയിട്ട് വാരി നിങ്ങൾ പറയുന്ന ഒരു സംഭവത്തിൽ ഒരു കേസ് കൊടുക്കാൻ BJP-യുടെ പ്രകൃതിയെ ചർച്ചയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. 2ാമത്തെ കാര്യം, പ്രളയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും ഈ സർക്കാർ ഒരു വെള്ളി രൂപയുടെ കാര്യത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് തല ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ നാട്ടിൽ സംസാരിക്കുന്നത്. ഞങ്ങളെക്കുറിച്ചുണ്ടാക്കിയ മുഴുവൻ കള്ളങ്ങളും പൊളിഞ്ഞേ. ഈ നിങ്ങളുടെ ED എല്ലാം വിട്ടിട്ട് ഈ കേരളത്തിൽ കടപറങ്ങിയിട്ട് അതെല്ലാം പൊളിച്ച് പാളീസായിട്ട് ഞങ്ങൾ തലയുയർത്തി നിൽക്കുകയാണ്. പിന്നെ ചാനൽ ചർച്ച വന്നിട്ട് ഈ കൈയിട്ട് വാരി എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഞാൻ അങ്ങനെ തിരിച്ചു പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ പറയുകയാണ്. ഇത് പാവപ്പെട്ട മനുഷ്യൻ, അവൻ്റെ വീട് തകർന്ന് നശിച്ചു പോയൊരു പ്രശ്നമാണ്. ഈ കേരളത്തെ വീണ്ടെടുക്കാൻ നിങ്ങൾ സഹായിക്കുമോ മോദി? കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ് LDF ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞപ്പോൾ UDF MP-മാർ എന്തോ പ്രത്യേകമായി ചെയ്തു എന്ന് പറഞ്ഞു. തെറ്റാണത്. UDF MP-മാർ പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച മീറ്റിങ്ങിൻ്റെ ഭാഗമായി എല്ലാ MP-മാരും കൂടി ഒരു നിവേദനം കൊടുത്തു. എല്ലാ MP-മാരും, അതിന് നേതാവ് ആരും ഇല്ലായിരുന്നു. എല്ലാ MP-മാരും നേതാക്കന്മാരാണ്. അതിന് UDF-ൻ്റെ പ്രത്യേക പങ്കുമില്ല. LDF UDF എല്ലാം കൂടി ഒറ്റക്കെട്ടായി നിവേദനം കൊടുത്തു. നിവേദനം കൊടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് തൊട്ട് പിന്നാലെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് നോക്കിയത്. ശരി. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പിറക്കാതെ പോയ മകനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്ന് BJP-ക്കാർക്ക് സന്തോഷിക്കാം. ഞാൻ തിരിച്ചു വരാം. UDF പ്രതിനിധി നമുക്കൊപ്പമുണ്ട്. വെൽക്കം ബാക്ക്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതരായ ഇരകളെ കൈവിടുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്നാണ് ചോദ്യം. PK ഫിറോസ് മുസ്ലിം ലീഗ് പ്രതിനിധി നമുക്കൊപ്പമുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് K അനിൽകുമാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. നിങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ കൂടി വിമർശിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണോ എന്നാണ് അനിൽകുമാർ ചോദിച്ചത്. PK ഫിറോസ് മറുപടി. അതായത് അരുൺകുമാർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പ്രയോഗവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ഇവിടെ ബോധ്യമായി. ഇപ്പോൾ ഒന്ന്, അദ്ദേഹം പറഞ്ഞത്
ദിവസം 300 രൂപ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്, 2 മാസമേ കൊടുക്കുന്നുള്ളൂ ബോധ്യമായി. 6 മാസമെങ്കിലും കൊടുക്കണമെന്ന് ആ നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെട്ടതാണ്. പക്ഷെ കൊടുത്തില്ല, 2 മാസമേ കൊടുത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും വാടക കൊടുക്കുന്നു, 4500 രൂപ വാടക കൊടുക്കുന്നു എന്നായിരുന്നു മറ്റൊരു വാദം. ഞാൻ ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്, ഫോൺ വിളിക്കൂ, അതിപ്പോൾ തന്നെ പൊളിഞ്ഞു പാളീസാവും എന്ന മട്ടിൽ സംസാരിച്ചു. അവസാനം ഞാൻ ഫോൺ നമ്പർ അയച്ചു തന്നു, ഫോണിൽ വിളിച്ചു. ഒരാളുടെ കാര്യമല്ല, 17 ആളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ MP ഇല്ലേ, നിങ്ങളവിടെ MLA അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, കോടതി ഞങ്ങൾ പോയിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, സുമോട്ടോ എടുത്ത കേസാണ്. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കേരള സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പായി കോടതിയെ സമീപിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൽ കക്ഷി ചേരാൻ വേണ്ടി ശ്രമിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരു സെക്കൻഡ്, ഫാക്ച്വൽ ഒബ്ജക്ഷൻ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വഴങ്ങുന്നത്. ഫാക്ച്വൽ ഒബ്ജക്ഷൻ ആണെങ്കിൽ മാത്രം അനിൽകുമാർ. കേരള സർക്കാർ കോടതിയിൽ പോയിട്ടില്ല. ഹൈക്കോടതി സുമോട്ടോ എടുത്ത കേസിൽ കേരള സർക്കാരിനെ അഭിനന്ദിച്ചു, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി. നമ്പർ 1. നമ്പർ 2, ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടതി പോയത് കേരള സർക്കാരല്ല, ആ വസ്തുവിൻ്റെ ഉടമകൾ 2 കമ്പനികളാണ്. ഒരു ചർച്ചയെ വന്നിട്ട് ഇങ്ങനെ അസംബന്ധങ്ങൾ പറയാമോ? ശരി, PK ഫിറോസ്, നമ്മൾ അതിന് ട്രെയിനിങ് നടത്തരുത്. നിങ്ങൾ BJPക്ക് വേണ്ടി സംസാരിച്ചു, അല്ലല്ല, അത് വസ്തുതാവിരുദ്ധമായി പറയരുത്. അല്ല, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ് PK ഫിറോസ്. അല്ല, അരുൺകുമാർ, ഞാൻ എന്താ പറഞ്ഞത്, അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? കേന്ദ്രത്തിനെതിരായി കേരള സർക്കാർ കോടതിയിൽ പോയിട്ടില്ല. തമിഴ്നാട് ഉൾപ്പെടെ കേന്ദ്രം ഫണ്ട് തരാത്തതിനെ സംബന്ധിച്ച് ആക്ഷേപവുമായി പോയപ്പോൾ അല്ല, തെറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സുമോട്ടോ എടുത്ത കേസാണെന്നാണ്. അല്ലാതെ ഈ സർക്കാരിന് പിന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടമകൾ പോയ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഉടമകളുടെ കാര്യമാണ് പറയുന്നത്. കുറിച്ച് പറയേണ്ടത് അരുൺകുമാർ അതെങ്കിലും അത് ബോധ്യമായിട്ടുണ്ടാവും. മറ്റൊരു കേസാണ്, ദുരന്ത നിവാരണ ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. താങ്കൾ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കേസാണ്. അതെ, അതാണ്. ആ കേസിൽ പോയിട്ടില്ല. ഇനി ഈ സംസ്ഥാന സർക്കാർ ചോദിച്ച ഫണ്ട് കൊടുക്കാത്തതിനെതിരായി CPM MP-മാരോടൊപ്പം പാർലമെന്റിൽ UDF MP-മാർ അതിശക്തമായി ഈ വിഷയം ഉന്നയിച്ച് നമ്മളെല്ലാവരും കണ്ടതല്ലേ? അത് കഴിഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് UDF MP-മാരായിരുന്നു. അക്കൂട്ടത്തിൽ CPM MP-മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതല്ലേ? എന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ ലീഗിനെ BJPയുടെ മേൽ കിട്ടുക. ഇനി BJPയുടെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞ കാര്യം SDRF ഫണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ NDRF ഫണ്ടിൽ നിന്ന് മറ്റു പല സംസ്ഥാനങ്ങൾക്കും BJP സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ പണം കൊടുത്തിട്ടുണ്ട്. ആന്ധ്രക്ക് കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്രക്ക് കൊടുത്തിട്ടുണ്ട്, ത്രിപുരക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് കിട്ടുന്നില്ല. അത് ശരിയാണ്. BJP രാഷ്ട്രീയം നോക്കി, സംസ്ഥാനം നോക്കിയിട്ടാണ് ഫണ്ട് അനുവദിക്കുന്നത്. അക്കാര്യത്തിൽ CPM-ന്റെ അഭിപ്രായത്തോട് ഒരു അശേഷം ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷെ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ജനതയെ മഴയത്ത് പൊരി വെയിലത്തും നിർത്തരുത് എന്ന വാദം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത് കേരള സർക്കാർ ഇങ്ങനെ ഈ നീട്ടി ഒരു ഒറ്റ കാര്യം കൂടി അരുൺകുമാർ, ഇവരിങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ നാളെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നാളെ വയനാട്ടിലേക്ക് ചുരം കയറുന്നുണ്ട്. ഞങ്ങൾ സ്വന്തമായ നിലക്ക് ഭൂമി കണ്ടെത്തി ഞങ്ങൾ ആ പാവങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളുമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചത്. അങ്ങനെ പല ഏജൻസികളും തീരുമാനിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന്റെ വാക്കിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരും എന്ന വാദം വിശ്വസിച്ച് അന്നേരം ഈ നാളെ വയനാട്ടിലേക്ക് പോകുന്നു. സർക്കാരിന്റെ ടൗൺഷിപ്പിന് കാത്തിരിക്കാതെ സ്വന്തം നിലയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണോ മുസ്ലിം ലീഗ്? നാളെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നു, അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കുന്നു. ഞങ്ങൾ ഇത്രയും നാളും കാത്തുനിന്നത് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് തരും, അവർ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്ന വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായി ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടൗൺഷിപ്പിന് വേണ്ടി കാത്തിരിക്കണോ? അതല്ല, ഞങ്ങൾ സ്വന്തമായി ഭൂമി ഏറ്റെടുത്ത് അവിടെ വീടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ താമസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ ജനങ്ങളുടെ അഭിപ്രായം കേട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതിയുമായി മുമ്പോട്ട് പോകും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഓരോ പാർട്ടികളായിട്ട് വരുന്നു. സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്രം തന്നില്ലെങ്കിലും അവരുടെ കണ്ണീര് തുടയ്ക്കും എന്നാണ് ഇപ്പോൾ ലീഗ് പ്രതിനിധിയും നമ്മളോട് പറയുന്നത്. TP ജയചന്ദ്രൻ മാഷെ, എനിക്ക് 1 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അനിൽകുമാർ പറഞ്ഞതിനും ഫിറോസ് പറഞ്ഞതിനുമുള്ള മറുപടി. ഇനിയും ഈ ദുരന്ത ബാധിതരെ മഴയത്ത് നിർത്തരുത് എന്നാണ് കേരളത്തിന്റെ അപേക്ഷ. TP ജയചന്ദ്രൻ മാഷെ. അനിൽകുമാറെ, സ്ഥലമെടുത്ത് അവിടെ സേവാഭാരതി കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു തുടങ്ങിയിരിക്കുന്ന വാർത്തയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. മാത്രമല്ല, അവിടെ മറ്റൊരു ഏജൻസി, ഒരു സ്വകാര്യ ഏജൻസി 25 വീടുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ച് 5 വീട് കൈമാറിയത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സാർ,
ഇനി അവിടെ നിങ്ങളുടെ ചാനൽ മേധാവി ഉൾപ്പെടെ ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് സംസ്ഥാനം എന്താ നിലപാടെടുത്തത്? 592 വീടുകൾ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു യോഗമെങ്കിലും വിളിച്ചു കൊടുക്കുക. ഇവർക്കുള്ള ആത്മാർത്ഥത എന്താണ്? പിന്നെ അനിൽകുമാറും ഫിറോസും പറഞ്ഞു, എന്തോ മുരളീധരൻ പറഞ്ഞതായിട്ട്, ഫിറോസെ നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. അഡ്വക്കേറ്റ് അരുണിനും 24-ൻ്റെ അരുണിനും ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അരുൺകുമാർ പറഞ്ഞ പിറക്കാതെ പോയ 2 ഇരട്ടകൾ, ഒരു MP-യും ഒരു MLA-യും ഒരു ജലാശയത്തിൻ്റെ മുകളിലൂടെ നടന്ന് എന്താണ് അവിടെ നടന്നത് എന്ന് അവർ സ്വയം മറ്റൊരു പ്രചരണത്തിന് വേണ്ടി പറയുന്ന വാക്കുകൾ ഞാൻ അരുണിന് അയച്ചിട്ടുണ്ട്. ഫിറോസിൻ്റെ നമ്പർ എനിക്കില്ല. പിന്നെ ഫിറോസിനോട് ഒരു കാര്യം, ഗാന്ധിയുടെ ചെറുമക്കളാണ് ഇന്ദിരാഗാന്ധി എന്ന് വിശ്വസിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പറയണം. നോക്കൂ, SDRF-ന്റെ ഫണ്ട് വിലോട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തൊരു മാനദണ്ഡമുണ്ട് ഫിറോസെ. അത് 15-ാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചതാണ്. അതിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം വെസ്റ്റ് ബംഗാളിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിന് 468 കോടിയാ. BJP അല്ല ഭരിക്കുന്നത്, ഞങ്ങൾ എതിർക്കുന്നവരാ. തെലങ്കാനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാനദണ്ഡം വേറെയാണ്. ഇതിൻ്റെ അഫിഡവിറ്റ് നിങ്ങൾ ഈ പറഞ്ഞ സുവോമോട്ടോ കേസിൽ കേരള ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതും ഇതുമായി കൂട്ടിവയ്ക്കരുത്. പക്ഷെ ഒരു കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ചെയ്യാതെ ചെയ്തതിനെ പെരുപ്പിച്ച് പറയുന്നതും മറ്റുള്ളവരെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുകയും കയ്യിട്ടുവാരി ഒറ്റ പരാമർശം അരുണെ ഞാൻ നിർത്താം. നോക്കൂ, ഇപ്പം തന്നെ വന്നിരിക്കുന്നു ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രന്മാരുടെ മകൻ പ്രശാന്തിൻ്റെ ആശ്രിത നിയമനം. അത് കോടതി റദ്ദാക്കി. എനിക്ക് പറയും അത് കയ്യിട്ടുവാരലല്ലേ? ULCCക്ക് കൊട്ടേഷൻ വിളിക്കാതെ ടെൻഡർ ഇല്ലാതെ കരാറ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞു. അതൊരു കയ്യിട്ടുവാരലല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമി തരം മാറ്റലിനുള്ള ഒരു ഉറുപ്പിക അവിടെ ഇല്ലാത്തത് കയ്യിട്ടുവാരലല്ലേ? പരിവാര സമേതം വിദേശയാത്രയ്ക്ക് ഇത് കൊടുക്കാൻ പണമില്ലാത്തടത്ത് 42 ലക്ഷം രൂപയുടെ കാലിത്തൊഴുത്തുണ്ടാക്കലും ലിഫ്റ്റ് ഉണ്ടാക്കലും കയ്യിട്ടുവാരൽ തന്നെയല്ലേ? അമ്പതിനായിരത്തിന്റെ കണ്ണട വാങ്ങലും കയ്യിട്ടുവാരലല്ലേ? അരുൺകുമാർ ഇത് എന്റെ അവസരം. ഇതൊന്നും കയ്യിട്ടുവാരലല്ലേ അരുൺകുമാറെ? ശരി ശരി അല്ലേ? ശരി, ഇപ്പൊ ഇതേക്കിനാ അങ്ങയുടെ വാദം പൂർത്തിയാക്കൂ. അല്ല, ഞാൻ അത് തന്നെയാണ്. പിന്നെ പറഞ്ഞു ഒരു നിവേദനം കിട്ടിയ കഥ. എന്താണ് സാർ ആ നിവേദനം? അത് തലയിൽ മുണ്ടിട്ട് നടക്കാൻ പറ്റാത്ത, പുറത്ത് പറയാൻ കൊള്ളാത്തതായപ്പോഴാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ഓൺലി ആൻ എസ്റ്റിമേറ്റ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് ആണെന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്. അത് എക്സ്പെൻഡിച്ചറായി കണക്ക് കൂട്ടിയുള്ള മാധ്യമങ്ങൾക്ക് പറ്റിയ പിഴവ്. അത് അവിടെ 75,000 അരുൺ, ഒരു വിരൽ മാക്സിമം ആണ് സാർ. അതൊക്കെ മാക്സിമം ആണ്. നിങ്ങൾക്ക് മാക്സിമം ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായ മാക്സിമം എന്ന നിലയിൽ കൊടുക്കുന്നതാണ്. അതിന് നിങ്ങൾക്കത് കുറയ്ക്കാം, എത്ര വേണമെന്ന് തീരുമാനിക്കാം. അത് അത്രയും തന്നെ കൊടുത്തുള്ള നിർബന്ധമില്ലല്ലോ. സാർ, ഈ മെമ്മോറാണ്ടം ഒന്നും ബീഹാറിൽ കണ്ടില്ല, ഈ മെമ്മോറാണ്ടം ഒന്നും മഹാരാഷ്ട്രയിൽ കണ്ടില്ല, ഈ മെമ്മോറാണ്ടം ഒന്നും ആന്ധ്രാപ്രദേശിൽ കണ്ടില്ല, ഈ മെമ്മോറാണ്ടം ഒന്നും ത്രിപുരയിൽ കണ്ടില്ല. അല്ല, അരുൺ യെസ്, അരുണിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ശുഷ്കാന്തി അത് നിയമപരമായി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ശരി, വഴിവിട്ട് ധനകാര്യ ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. ഞാൻ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് 30 സെക്കൻഡ് സമയം ഞാൻ അനിൽകുമാറിന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. 30 സെക്കൻഡ് സമയം എനിക്ക് സജിമോനിലേക്ക് 1 മിനിറ്റ് പോകണം. സജിമോനാണ് ഇതിൽ അവസാനിപ്പിക്കേണ്ടത്. സജിമോനാണ്. 1 നിമിഷം സാർ, നമ്മുടെ സമയം അവസാനിച്ചു. അതുകൊണ്ട് മാത്രമാണ്. അല്ല, ജോൺ ബ്രിട്ടാസ് പാർലമെന്റിനകത്തില്ലേ? ശരി ശരി, അത് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ഉന്നയിക്കാം. അനിൽകുമാർ 30 സെക്കൻഡ്സ്. അങ്ങ് കൈ ഉയർത്തിയതുകൊണ്ട് മാത്രം, ഫാക്ച്വൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം 30 സെക്കൻഡ്സ്. ഒരു ചർച്ചയിൽ അന്തസ്സില്ലാത്ത വർത്തമാനം പറയരുത്. 1500 കോടി രൂപ നമ്മുടെ വില്ലേജ് ഓഫീസുകൾ വഴി സർക്കാരിൻ്റെ ട്രഷറി വന്നാൽ അത് കൈയിട്ട് വാരി എന്നൊക്കെ ഒരു ചർച്ച വന്ന് പറയുന്ന ആളുകളെയൊക്കെ എവിടെയാ ചികിത്സിക്കേണ്ടത്? ഇവരെയൊക്കെ കർഷകരിലേക്ക് 1500 കോടി വന്ന പൈസ അല്ലല്ലല്ല, അത് കൈയിട്ട് വാരി, അത് പറയട്ടെ, അത് കൈയിട്ട് വാരി എന്ന് പറയുന്നവർക്ക് ചികിത്സക്കുള്ള മരുന്ന്. നിങ്ങൾ
ചികിത്സക്കുള്ള മരുന്ന് ലോകത്ത് ഏത് രാജ്യത്തുണ്ടെങ്കിലും അത് വാങ്ങിച്ച് അത്യാവശ്യം അത് കർഷകരുടെ കയ്യിൽ എത്തിയില്ല. അത് കർഷകർക്ക് കൊടുക്കേണ്ട പണമാണ് എന്ന ചട്ടം എനിക്ക് കർഷകരുടെ കയ്യിൽ എത്തിയില്ല എന്നാണ് ടി.പി. ജയചന്ദ്രൻ മാഷ് ഉദ്ദേശിച്ചത്. ശരി ടി.പി. നമുക്ക് സജിമോനിൽ ചർച്ച അവസാനിപ്പിക്കാം. ഒരു നിമിഷം സർ പ്ലീസ്. ഇരുവരും വഴങ്ങണം. സജിമോനിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ സജിമോൻ, ഇതിനിടയിൽ ഞാൻ താങ്കളിലേക്ക് വരാഞ്ഞത് വളരെ സാങ്കേതികമായ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ്. സാങ്കേതിക വിഷയങ്ങൾക്കും അപ്പുറം ഇനി 17 പേർക്ക് അവിടെ വാടക കിട്ടാനിരിക്കുന്നു. നിരവധി ആളുകളുടെ പുനരധിവാസം ഇപ്പോഴും ഒരു സ്വപ്നമായി തുടരുന്ന സാഹചര്യമാണ്. ഇനി ഇപ്പോൾ നേരത്തെ UDF-ന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ, ലീഗ് പ്രതിനിധി പറഞ്ഞതുപോലെ, സർക്കാർ അല്ലാതെ ഇത്തരം ഏജൻസികളോ പാർട്ടികളോ നിങ്ങളെ പുനരധിവസിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ നിങ്ങൾ അതുമായി സഹകരിക്കുമോ സജിമോൻ? തീർച്ചയായും എനിക്ക് കിട്ടിയ ഈ സമയം ഞാൻ എൻ്റെ നാടിൻ്റെ ഒരു 1-2 ആശങ്കകൾ പങ്കുവെക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് 21 പേരാണ് ഒറ്റപ്പെട്ടതോടെ. നിങ്ങൾക്കറിയാം 21 പേര്, അതിൽ 6 കുട്ടികൾ, 15 പേര് ശ്രുതിക്ക് മാത്രമാണ് സർക്കാർ ജോലി കൊടുത്തത്. ബാക്കിയുള്ള 14 പേർക്കും കൂടി സർക്കാർ അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം. ഒന്ന്, അതുപോലെ തന്നെ ഭൂമി നഷ്ടപ്പെട്ട കർഷകർ ഒരുപാട്, അവർക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയില്ല. ഞങ്ങൾ P. പ്രസാദിനെ വേറൊരു കാര്യത്തിന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃഷി വകുപ്പ് ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്, ഈ ഭൂമി അവർക്കും കൂടി നൽകണം, കർഷകർക്ക് ഭൂമി നൽകണം, അതിലൊരു തീരുമാനം എടുക്കണം. പിന്നെ കെട്ടിട ഉടമകളുണ്ട്, കെട്ടിട ഉടമകളെ ഇതുവരെ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആ കട നടത്തിയിരുന്ന ആളുകൾക്ക് വിവിധ സംഘടനകൾ, വ്യാപാരി വ്യവസായി അടക്കമുള്ള ആളുകൾ സഹായം കൊടുത്താലും കെട്ടിട ഉടമകളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവരിന്ന് ആകെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇതിലെ ഈ രാഷ്ട്രീയ വാചാടോപങ്ങൾ ഞങ്ങൾക്ക് അലോസരം ഉണ്ടാക്കേണ്ട, സത്യത്തിൽ ഞാൻ തുറന്നു പറയാം. ഞങ്ങൾ ചൂരൽമലക്കാർ നല്ല രാഷ്ട്രീയമുള്ള ആളുകളാണ് എല്ലാവർക്കും. പക്ഷേ ഈ ഒരു ദുരന്തത്തിൽ രാഷ്ട്രീയം കലരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയം മനസ്സിലുള്ള ആളുകളാണ്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയം കലർത്തുമ്പോൾ വല്ലാതെ രാഷ്ട്രീയം കലർത്തി ഈ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് മറ്റു പലതും മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് രാഷ്ട്രീയത്തിന് വേണ്ടി പരസ്പരം കടികൂടുന്ന ആളുകളോട് പറയട്ടെ, നിങ്ങളോട് ചെറുതല്ലാത്ത പുച്ഛം ചൂരൽമലക്കാരന് തോന്നുന്നുണ്ടെന്ന് വളരെ സങ്കടത്തോടെ ഖേദത്തോടെ പറയട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സജിമോൻ. താങ്ക് യു അഡ്വക്കേറ്റ് അനിൽകുമാർ. വാക്ക് പറയാൻ അവകാശം, ഒരു വാക്ക് പൂർത്തീകരിച്ചോളൂ. ഹലോ, അതായത് രാഷ്ട്രീയക്കാരോട് പുച്ഛം തോന്നുന്നയാളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയക്കാരോട് പുച്ഛം തോന്നുന്നയാളോട് പറയാൻ നമുക്ക് മനസ്സിലാവും. അവരെല്ലാം അങ്ങനെ ഒരാളുടെ പകുതിയല്ല. നിങ്ങൾ ചാനൽ ചർച്ച കൊണ്ടുവരുന്ന ഒരാൾ ഇവരുടെ പകുതിയാണോ? വയനാട്ടിലെ മൊത്തം പേരുടെ പകുതിയാണോ? അല്ല, അദ്ദേഹം ചൂരൽമലനിവാസിയാണ്. അതുകൊണ്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ കളിയൊന്നും വേണ്ട. അവരുടെ മുഴുവൻ പകുതിയാണോ അദ്ദേഹം? ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? അനിൽകുമാർ സാർ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അനിൽകുമാർ സാർ, ഞാൻ അവിടെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറാണ്. അത് മാത്രമല്ല സാർ, ഞാൻ 3 രാഷ്ട്രീയ പാർട്ടിക്കാരോട് കൂടിയാണ് പറഞ്ഞത്. താങ്കൾക്ക് മാത്രം ഞാൻ ഫിറോസിനോടും T.P. ജയചന്ദ്രനോടും അനിൽകുമാറിനോടും എല്ലാവരോടുമാണ് പറഞ്ഞത്. താങ്കളത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ശരി. താങ്കൾ വിയോജിപ്പ് അറിയിച്ചു. സജിമോൻ അഭിപ്രായം പറഞ്ഞു. 50 കോടി രൂപ CPM വർഗബഹുജന സംഘങ്ങൾ കൊടുത്തവരാ. ശരി. തീർച്ചയായിട്ടും അത് വേണം. എല്ലാ പാർട്ടിക്കാരും അതിൽ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. പാർട്ടിക്കാരോട്, പ്രത്യേകിച്ച് ദുരന്ത നിവാരണ മുഖത്തെത്തിയ ലീഗാണെങ്കിലും CPM ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആ പാർട്ടി പ്രവർത്തകരെല്ലാം ആ സമയത്ത് ഒരുമിച്ചു തന്നെ നിന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോട് അത്തരത്തിലൊരു അഭിപ്രായം നമുക്കില്ല. സജിമോൻ ആണ് നമുക്കൊപ്പം ചേർന്നത്. T.P. ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് K. അനിൽകുമാർ, P.K. ഫിറോസ് ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.